ഓണചിത്രങ്ങളിൽ ഞാൻ ആദ്യമായി കണ്ടത് കൊണ്ടൻ. അജിത് മാമ്പള്ളിയാണ് സംവിധാനം. നമ്മുടെ ഒരുപാട് സിനിമകൾ ഒക്കെ നിർമ്മിച്ച സോഫിയ പോൾ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. നായകനായിട്ട് വരുന്നത് പെപ്പെ, ആന്റണി വർഗീസ് എന്ന പെപ്പയാണ്. RDX ടീം കഴിഞ്ഞ ഓണം RDX കൊണ്ടുപോയതുപോലെ, കഴിഞ്ഞ ഓണത്തിന് RDX നമ്മളെല്ലാവരെയും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാക്കി മാറ്റിയതുപോലെ അതേ ടീമിന്റെ ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ആ സിനിമ കാണാനായിട്ട് ഞാൻ പോയത്. കടലിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് കടപ്പുറത്ത് നടക്കുന്ന ഒരു കഥയാണ്. അഞ്ചുതെങ്ങ് കടപ്പുറത്ത് അവിടെ നടക്കുന്ന അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതാവസ്ഥകൾ, ആ അവസ്ഥകളിലേക്ക് അവർക്കിടയിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പെപ്പയുടെ ഇൻട്രൊഡക്ഷൻ സീൻ വരുന്നുണ്ട്. പെപ്പെ എന്ന് പറയുന്ന നടൻ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറയാം. കാര്യം പെപ്പയുടെ ഇടി എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു ഇടി കൊടുക്കുമ്പോഴത്തേക്ക് ആ ഇടിയുടെ കരുത്ത് നമുക്ക് കാണുന്ന ആൾക്കാർക്ക് കൃത്യമായി മനസ്സിലാക്കാം. ആ രീതിയിലുള്ള ഇടിയാണ്. ഒരു ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് പെപ്പയെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് തന്നെ കാണാൻ പറ്റും. പെപ്പയുടെ ആക്ഷനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഇടി ഇഷ്ടപ്പെടുന്നവർക്ക്, പണ്ടത്തെ ബാബു ആന്റണി സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് ബാബു ആന്റണി ഇടി കാണുമ്പോൾ തന്നെ ഈ ഇടി കൊള്ളാം എന്ന് തോന്നും. അതേ രീതിയിലുള്ള ഒരു ഇടി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് പെപ്പെ എന്ന് പറയുന്നത്. അപ്പൊ പെപ്പയുടെ ആ ആദ്യ പകുതി തുടക്കം കാണിക്കുമ്പോൾ തന്നെയുള്ള ഇടിയൊക്കെ വളരെ നല്ല രീതിയിൽ തോന്നും. ഓരോ ഇടിയും മാസമായിട്ട് നമുക്ക് ആ ഇടി കൊടുക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ വേദനിക്കുന്ന രീതിയിൽ നമുക്ക് തോന്നും. ആ രീതിയിലാണ് പെപ്പയുടെ ഇടിയെല്ലാം അവര് എടുത്തിരിക്കുന്നത്. പിന്നെ ഓരോ കഥാപാത്രങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന ഒരു വിഷയം, ആ വിഷയത്തിന് ശേഷം കടലിലേക്കുള്ള ഒരു യാത്ര, ആ യാത്രയ്ക്ക് പിന്നിലുള്ള ഒരു ലക്ഷ്യം, അതാണ് സിനിമയുടെ ഒരു കഥ. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ വിലയിരുത്തും. അപ്പോൾ ഈ കഥയുടെ തുടക്കവും അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് കഥയ്ക്കൊരു ഒഴുക്കുണ്ട്. ആ ബേസ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നല്ല ഒരു ഓളത്തിൽ പറഞ്ഞു പോയി നമ്മളെല്ലാ സിനിമയിലേക്ക് വല്ലാതെ ആകർഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വില്ലനായിട്ട് വരുന്ന ഷബീറിന്റെ ആദ്യ സീൻ തൊട്ട് തന്നെ നമുക്ക് ആ പുള്ളി ഒരു വില്ലൻ കഥാപാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ കുറെ കഥാപാത്രങ്ങൾ വരുന്നത് നായികയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചു പേരൊക്കെ ഉണ്ട്, അപ്പൊ എല്ലാവരുമായിട്ട് പറയുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവെൽ, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇന്റർവെല്ലാണ്. ഇന്റർവെൽ പഞ്ച് എന്ന് പറയുന്ന അടിപൊളിയാണ്. അതുവരെ നമ്മൾ ആ ഒരു പെട്ടെന്ന് ഞെട്ടും, എന്താണ് ഇന്റർവെല്ലിൽ സംഭവിക്കുന്നത്, ഇനി എന്താകും എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇന്റർവെല്ലോട് കൂടിയാണ് നമ്മുടെ രാജ്ബി ഷെട്ടി വരുന്നത്. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം സിനിമ കൈവിട്ട ഒരു അവസ്ഥയായി പോയി എന്ന് വേണം പറയാൻ. പിന്നെ എന്നിന്റെ പ്രേക്ഷകനെ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കഥ കൊണ്ടുപോകുന്ന ഒരു സിനിമയായി മാറി. പിന്നീട് അങ്ങോട്ട് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത് ഒരു പിടിയില്ല. എഡിറ്റിംഗിൽ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് ആണോ അല്ലയോ എന്ന് വരെ സംശയമുണ്ട്. ചില സീനുകൾ തമ്മിലൊന്നും ഒരു കണക്ഷൻ കിട്ടുന്നില്ല. പെട്ടെന്ന് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തോന്നും. ഇവിടെ എന്താ ഇപ്പൊ സംഭവിച്ചേ? മറ്റേ ഇന്നസെന്റ് ഏതോ സിനിമയിൽ പറയുന്നത് ആരാ പടക്കക്കടയിൽ തീ പിടിച്ചതെന്ന് ക്രോണിക് ബാച്ചറിൽ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചെന്നുള്ള രീതിയിലേക്ക് തോന്നുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് തിരക്കഥ നൂല് പൊട്ടിയ പട്ടം പോലെ ആയിപ്പോയി. സിനിമ ഏതൊക്കെയോ രീതിയിൽ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നു. ഒരു രീതിയിലും കണക്ട് ആവാൻ പറ്റുന്നില്ല. അപ്പോൾ ക്ലൈമാക്സോട് അടുക്കുമ്പോഴത്തേക്ക് ബോറടി തുടങ്ങുന്നു. ഫ്ലാഷ് ബാക്ക് സീന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ബോറടിച്ചൊക്കെ വരുന്നു. അതിനുശേഷം എന്തായാലും നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ പടം നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ക്ലൈമാക്സോട് എത്തിയപ്പോഴത്തേക്ക് വളരെ ഇത്രയും നിരാശ നൽകിയ ഒരു ക്ലൈമാക്സ് ലോജിക് ഇല്ലായ്മയുടെ ഒരു അയ്യര് കളി എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു. ഒട്ടും ഒരു തരത്തിലും തൃപ്തിയാവുന്നില്ല. ഒരു സിനിമ എത്ര നല്ല രീതിയിൽ കൊണ്ടുപോയാലും ക്ലൈമാക്സ് ശരിയായില്ലെങ്കിൽ യാതൊരു വിധത്തിലും നമുക്കതിനെ മുമ്പോട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചില കല്യാണങ്ങൾക്ക് നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് കല്യാണമൊക്കെ അടിപൊളിയായിരിക്കും, നല്ല ഇതായിരിക്കും. പക്ഷെ സദ്യ മോശമാണെങ്കിൽ എന്ത് ചെയ്യും? അതേ അവസ്ഥയായിരുന്നു ഇവിടെയും. ഇതുവരെ കൊണ്ടുവന്ന ബിൽഡപ്പ് ചെയ്ത സ്റ്റോറി കൊണ്ടുവന്ന ക്ലൈമാക്സോട് കൂടി തകർത്ത് തരിപ്പണമാക്കി കളയുന്ന ഒരു അവസ്ഥയായി പോയി. ഒരു രീതിയിലും അതിനെ കണക്ട് ചെയ്യാനോ അതിനെ ഉൾക്കൊള്ളാനോ പറ്റാത്ത ഒരു ക്ലൈമാക്സ് ആയി പോയി എന്നുള്ളതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിലെ ഗാനങ്ങളൊക്കെ ഒന്ന് രണ്ട് ഗാനങ്ങളൊക്കെ കേൾക്കാൻ കൊള്ളായിരുന്നു. പക്ഷെ ആ രണ്ടാമത് വന്ന ഗാനമൊക്കെ എന്തിനായിരുന്നു? ഒരു അസ്ഥാനത്ത് ഒരു ഗാനം കൊണ്ടുവന്നു എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിനിമാറ്റോഗ്രാഫി നല്ല രീതിയാണ്. കടലിന്റെ രംഗങ്ങൾ, വിഷ്വൽസ് എല്ലാം വളരെ നല്ല രീതിയിലായിരുന്നു. ആക്ഷൻ രംഗങ്ങളും ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു. ഇതിനകത്ത് കടലിന്റെ അകത്ത് വെച്ചിട്ടുള്ള കുറച്ച് രംഗങ്ങളുണ്ട്. കടലിന്റെ അകത്ത്, അതായത് വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ടുള്ള കുറെ രംഗങ്ങളുണ്ട്.
ആ രംഗങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ VFX-ന്റെയും കൂടെ സഹായത്തോടു കൂടിയാണെങ്കിലും അതെല്ലാം നമുക്ക് വിഷ്വൽ ട്രീറ്റ് ആയിട്ട് തോന്നുന്ന കുറെ രംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും മൊത്തത്തില് ഒരു ക്ലൈമാക്സ് പോയതോടുകൂടി ആ സിനിമയുടെ ഒരു ഒഴുക്ക്, ആ സുഖം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയായി പോയി. അതുകൊണ്ട് ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും, ഓണമാണ്, ഓണത്തിന് തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. തീർച്ചയായും എനിക്ക് എന്റെ ആദ്യ ഓണച്ചിത്രം ഒരു നിരാശ തന്നെയാണ് വന്നത്. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരെ ബൈ ബൈ.